അപ്പൊ ഇന്ന് നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ചോക്ലേറ്റ് സ്പഞ്ച് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിന് നമ്മൾ അതിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നല്ല, ചോക്ലേറ്റ് കേക്കുകൾ ഇപ്പൊ ട്രഫിൾ കേക്ക് ആയാലും ബ്ലാക്ക് ഫോറസ്റ്റ് ആയാലും നമ്മൾ ബേസ് കേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. അപ്പൊ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എഗ്ലെസ് റെസിപ്പികൾ ഞാൻ പിന്നീട് വേറെ വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോയുടെ കേക്ക് ഉണ്ടാക്കാനാണ്. 8 ഇഞ്ചിന്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഗ്രീസിയാണ്, ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൈഡിനെല്ലാം ആക്കണം. അതിനുശേഷം മൈദ വെച്ച് ഒന്ന് ഡസ്റ്റ് ചെയ്യണം. ഞാൻ മുന്നത്തെ എന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വാനില സ്പഞ്ചിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ച് ബ്രഷ് ചെയ്തു. അതിനുശേഷം ഒന്ന് മൈദ ഡസ്റ്റ് ചെയ്യണം. എല്ലായിടത്തും ഒന്ന് മൈദ ഡസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓയിൽ വെച്ച് ബ്രഷ് ചെയ്തതിന് ശേഷം മൈദ എല്ലായിടത്തും ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഡയറക്റ്റ് ഞാൻ അരിപ്പ വെക്കുകയാണ്. എന്ത് ഇൻഗ്രീഡിയൻസ് ആയാലും, അതായത് ഫ്ലോർ ആണെങ്കിൽ നമ്മൾ എന്തായാലും അരിച്ചെടുക്കണം. അതുകൊണ്ട് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദ, ഒരു കപ്പ് ലെവൽ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു കപ്പ് മൈദ, ഇത് 1/4 കപ്പ്. 1/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇനി ഞാൻ ഇടാൻ പോകുന്നത് 1/4 ടീസ്പൂൺ കോഫി പൗഡർ ആണ്. 1/4 ടീസ്പൂൺ കോഫി പൗഡർ ഇടുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ് കേക്കിന് നമ്മൾ ഇടാറുണ്ട്. ഇനി ഇടുന്നത് 1/4 കപ്പ് കൊക്കോ പൗഡർ. 1/4 കപ്പ് കൊക്കോ പൗഡർ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ലൈറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡറും യൂസ് ചെയ്യാം. അത് ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല. ജസ്റ്റ് അതിന്റെ കളറിലുള്ള വ്യത്യാസം. നല്ല ഡാർക്ക് കേക്കാവും അല്ലെങ്കിൽ ലൈറ്റ് കേക്കാവും, അത്ര വ്യത്യാസമേ വരുള്ളൂ. അതിനുശേഷം ഇത് നമ്മൾ 1-2 പ്രാവശ്യം സീവ് ചെയ്യണം. സീവ് ചെയ്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്താലാണ് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ ഉപ്പ്, കോഫി പൗഡർ, കൊക്കോ പൗഡർ എല്ലാം നന്നായി മിക്സ് ആവണം. എന്നാലാണ് നമ്മുടെ കേക്കിന് ഒരു സോഫ്റ്റ്നെസ് വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായി മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഓയിൽ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരുന്നാൽ മതി. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ ആ കേക്ക് ഭയങ്കര കയ്പ്, ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര. പൊടിച്ച പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് ആക്കിയിട്ട് അത് ഒന്ന് കുറയ്ക്കാം. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത് കൊണ്ട് കേക്കിന് യാതൊരു കുഴപ്പവും വരില്ല. മധുരം കുറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 മുട്ട, അത് ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വൈറ്റും യോക്കും ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് പാല്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്യണം എന്നില്ല. ആദ്യം ഓയിൽ ഒഴിച്ചു, പിന്നെ പഞ്ചസാര ഇട്ടു, നന്നായി ബീറ്റ് ചെയ്തു, പിന്നെ പാലൊഴിച്ചു, ബീറ്റ് ചെയ്തു. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആവേ വേണ്ടു. നിങ്ങൾ ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിസ്കോ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒന്ന് മിക്സ് ആവണമെന്നേ ഉള്ളൂ. ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതുപോലെ പഞ്ചസാരയും നന്നായി മിക്സ് ആവണം, അത്രേ ഉള്ളൂ. ഇത് ലോ സ്പീഡിൽ ഇട്ടാൽ മതി. ബീറ്റർ ആണെങ്കിൽ നിങ്ങൾ ലോ സ്പീഡിൽ ഇട്ടാൽ മതി. ഹൈ സ്പീഡിൽ ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് ഒരുമിച്ചിടരുത്. എപ്പോഴും പറയാറുള്ളതാണ്, ഒരുമിച്ചിടരുത്. പകുതിയായിട്ട് ഇട്ടാൽ മതി. ഒന്നാമത് പൗഡേഴ്സ് ആയതുകൊണ്ട് തന്നെ
അത് മിക്സ് ആവും, കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പകുതി ഇട്ടുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, വീണ്ടും പകുതി ഇടുക, മിക്സ് ചെയ്യുക. പക്ഷെ ഒരിക്കലും ഓവർ ബീറ്റ് ആവരുത്, കാരണം നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡ് ആവും, അല്ലാതെ സോഫ്റ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ മാത്രമേ വേണ്ടൂ. ബീറ്റർ വെച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ തടിത്താവിയില്ലേ, വുഡൻ സ്പൂണ്, അങ്ങനെ അത് വെച്ചിട്ടായാലും മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ആവും, അത്രേ ഉള്ളൂ. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത്, അത് പ്രത്യേകം പറയാം. അപ്പൊ നമ്മുടെ ബാറ്റർ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, അത് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. എല്ലാ റെസിപ്പികളും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്യണം. ഇതൊന്ന് കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, അത്രേ വേണ്ടൂ. അത് വേറൊന്നും കൊണ്ടല്ല, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇത് ഈ മെത്തേഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ആയി കഴിയുമ്പോൾ കേക്കിന്റെ ഉള്ളിൽ ഹോൾസ് വരും. ചെറിയ ഹോളല്ല, വലിയ ഹോളായിട്ട് വരും. അതുകൊണ്ടാണ് എപ്പോഴും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്യണം എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പൊ ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ പാനിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാനിന്റെ പകുതി ഭാഗേ കവർ ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും. അതിന് മുകളിലേക്ക് നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊന്തി കഴിയുമ്പോൾ പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ പാനിൽ കറക്റ്റ് ആയിട്ട് ഒഴിക്കണം. അല്ല താഴെ മാത്രമേ ഉള്ളൂ എങ്കിൽ, പാനിൽ ആ താഴെ മാത്രമാണ് ബാറ്റർ ഉള്ളതെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലാറ്റ് ആയിപ്പോവും. അതുകൊണ്ട് കറക്റ്റ് ഒഴിക്കുക. അതിനുശേഷം നന്നായി ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യണതും അതിൽ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക്, ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവൻ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള OTG ആണ്. അതിലേക്ക് 160 ഞാൻ വെക്കാൻ പോകുന്നത്. OTG ആയതുകൊണ്ടാണ് 160 വെക്കുന്നത്. 160 35-40 മിനിറ്റ് ആണ് വെക്കുന്നത്. 35 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള OTGയിലേക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഞാനിപ്പോ സെന്റർ വയർ റാക്കിലാണ് വെച്ചിട്ടുള്ളത്. താഴെ വെച്ചാലും കുഴപ്പമില്ല, മുമ്പത്തെ വീഡിയോയിൽ കണ്ട പോലെ താഴെ വെക്കാം. 160 ഇട്ടിരിക്കുന്നത്, ടെമ്പറേച്ചർ 160. പിന്നെ ഫംഗ്ഷൻ ഇട്ടിരിക്കുന്നത് മുകളിലെ കോയിലും താഴത്തെ കോയിലും ഫാനും. ഫാൻ ഓപ്ഷൻ ഇല്ലാത്തവര് താഴത്തെ കോയിലും മാത്രം ഇട്ടാൽ മതി. 40 മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നു നോക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത്, കേക്കിന് വിള്ളല് വരും. ഞാൻ വെച്ചിട്ടുണ്ട്, വയർ റാക്കിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ ട്രൈയിൽ വെക്കാട്ടോ, കുഴപ്പമില്ല. പിന്നെ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, തുറന്നു നോക്കരുത്. നിങ്ങൾ തുറന്നു നോക്കും തോറും കേക്ക് പെട്ടെന്ന് അതിന്റെ ഉള്ളിലെ ഹീറ്റ് കുറയല്ലേ, അപ്പൊ പെട്ടെന്ന് കേക്ക് വിള്ളല് വരും, മുകളിലൊക്കെ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുറന്നു നോക്കരുത്. പിന്നെ അത് മാത്രമല്ല, OTG ആയാലും ഓവൻ ആയാലും കുക്കർ ആയാലും പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളതിലേക്ക് തന്നെ വെക്കുക. പ്രീഹീറ്റ് ചെയ്യാതെ ചൂടില്ലാത്തൊരു സാധനത്തിലേക്ക് നമ്മൾ ബേക്കിംഗ് ചെയ്യാനുള്ള ഐറ്റം വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡാവും. ചൂടായി വരാനുള്ള ടൈം എടുക്കുമല്ലോ, അപ്പോഴേക്കും നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിന്റെ ഒക്കെ ആക്റ്റീവ്നെസ് പോവും. അപ്പൊ അത് ഹാർഡാവും. പിന്നെ ഓവൻ തെർമോമീറ്റർ പറ്റാവുന്നവരൊക്കെ വാങ്ങിച്ചു വെക്കുക. കാരണം നമ്മളിപ്പോ 160 ഇടാൻ പറഞ്ഞാലും അതിൽ 160 ആയിരിക്കില്ല അതിന്റെ ഹീറ്റ്. ചിലപ്പോൾ കൂടും കുറയും നമ്മുടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച്. ഇപ്പൊ ഒരു ഓവൻ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അപ്പൊ 35 മിനിറ്റിന് ശേഷം ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് ആയത്, ലൈറ്റ് കളർ ആയത് നമ്മൾ ലൈറ്റ് കൊക്കോ പൗഡർ ഇട്ടത് കൊണ്ടാണ്. ഡാർക്കാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഒന്നും കൂടിയും ഡാർക്ക് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് കിട്ടും. നന്നായി വെന്തിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എഗ് കേക്കുകൾ ഓൾറെഡി നല്ല സോഫ്റ്റ് ആണ്. എഗ്ലെസ്സും സോഫ്റ്റ് ആണ്, പക്ഷെ എഗ് കേക്ക് സ്പെഷ്യൽ സോഫ്റ്റ് ആണ്. എല്ലാവരും എഗ് കേക്കാണ് ആവശ്യപ്പെടാറ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതാണ് നമ്മളിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും ട്രഫിൾ ആണെങ്കിലും ഇതാണ് നമ്മൾ ബേസ് കേക്ക് ഉണ്ടാക്കുക. സ്പഞ്ച് കേക്ക് ആയിട്ട് ബേസ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുക ഈ കേക്കുകളാണ്. പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഓയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആവും, ഹാർഡ് ആവില്ല. അപ്പോൾ ഓയിൽ വെച്ച് ചെയ്തതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എന്നിട്ട് കമന്റ് ബോക്സിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.